സോ നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ടെന്നത് സ്പെഷ്യൽ കോണ്ടൂർ ക്യാമ്പ്സ് ആണ്. സ്പെഷ്യൽ കോണ്ടൂർ ക്യാമ്പ്സിൽ തന്നെ we're discussing it specifically about tangent camps. So tangent camps എങ്ങനെയാണ് അതിന്റെ ബേസിക് കൺസ്ട്രക്ഷൻ, എങ്ങനെയാണ് ജോമെട്രിക്കൽ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് ടെർമിനോളജീസ് അല്ലെങ്കിൽ നൊട്ടേഷൻസ് ദാറ്റ് യു റിക്വയർ വൈൽ അനലൈസിങ് ടാൻജന്റ് ക്യാമ്പ്സ് അല്ലെ. ഇവിടെ സ്പെസിഫിക്കലി നമ്മൾ നോക്കിക്കൊണ്ടുന്നത് ടാൻജന്റ് ക്യാമ്പ് വിച്ച് ഈസ് ഓപ്പറേറ്റിംഗ് എ റോളർ ഫോളോവർ, ആ കണ്ടീഷൻ നോക്കിക്കൊണ്ടു. സോ ഡിഫറെന്റ് ടേംസ് എന്തൊക്കെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തു. And after defining that, പിന്നെ നമ്മൾ എന്താ കണ്ടെത്തിയത്, we formulated a general equation for displacement അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ഒരു ജനറൽ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തു. ആ ജനറൽ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തതിനു ശേഷം പിന്നെ എന്ത് ചെയ്തു നമ്മള്, we formulated an equation for what time derivative of displacement എടുത്ത് we arrived at velocity and maximum minimum values രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ചു. Now moving on, velocity കിട്ടി കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? We can directly get into the formulation of acceleration. Acceleration കണ്ടുപിടിക്കാൻ acceleration നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? How can we write about acceleration? A is nothing but dv divided by dt. dv by dt ആണ്. ഇവിടെ the velocity is given in terms of what? Theta. Theta ന്റെ ടേംസിലാണ് വെലോസിറ്റി തന്നിട്ടുള്ളത്. സോ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് നമുക്ക് ഇത് മാറ്റി എഴുതാം. dv by d theta multiplied by d theta divided by dt. What is d theta by dt? It's nothing but omega. So this becomes dv by d theta multiplied by omega. Okay. Now let us substitute the equation for velocity. So this is omega multiplied by d by d theta of what? Omega into r1 plus r2 multiplied by sin theta divided by cos square theta. That is the velocity equation. കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എഴുതിയത് മനസ്സിലാവുന്നുണ്ടോ? സോ ഇതിന്റെ ടൈം ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കാം? സോറി, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ. ഇത് കോമൺ ടേം ആണ്, ഇത് പുറത്തേക്കുണ്ട്. സോ ദിസ് ബിക്കംസ് ഒമേഗ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ r1 പ്ലസ് r2. റിമൈനിങ് എന്ത് വരും? d by d theta of sin theta divided by cos square theta. ഇത്രയും വരും. ഇതിനെങ്ങനെ വീണ്ടും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഡെറിവേറ്റീവ് ഇതെങ്ങനെ എടുക്കുക? അഗൈൻ അപ്ലൈയിങ് കോഷ്യന്റ് റൂൾ. കോഷ്യന്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈഡ് ബൈ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡഡ് ബൈ വാട്ട്? സ്ക്വയർ ഓഫ് ദ ഡിനോമിനേറ്റർ അല്ലേ. സോ ഒമേഗ സ്ക്വയർ r1 പ്ലസ് r2 റിമൈനിങ് എന്ത് വരും? പറ, ഓരോ ടേം പറ. എന്താ വരിക? cos square theta multiplied by derivative of sin theta എന്താണ്? cos theta minus എന്താ വരിക? നമ്പർ ആണ് cos theta minus sin theta sin theta multiplied by 2 cos theta sin theta അല്ലേ. ഈ മൈനസ് പ്ലസ് ആവില്ലേ? കാരണം കോസിൻ്റെത് മൈനസ് സൈൻ തീറ്റയില് വരുവാണ്. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്ത് വരും? cos raised to 4 theta. ഇതിൽ ക്യാൻസൽ ആയി പോകുന്ന ടേംസ് ഉണ്ടോ?
രണ്ട് ടേം കോസ് തീറ്റ പുറത്തെടുത്തൂടെ? Yes, sir. ഒരു കോസ് തീറ്റ ഇവിടെ പോകും, ഒരു കോസ് തീറ്റ ഇവിടെ പോകും, ഒരു കോസ് തീറ്റ ഇതുമായിട്ട് പോകും. സോ വാട്ട് വിൽ ബി റിമൈനിങ്? ഒമേഗ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ r1 പ്ലസ് r2. റിമൈനിങ് എന്തായിരിക്കും? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബാക്കി എന്ത് വരും? 2 സൈൻ സ്ക്വയർ തീറ്റ വരും അല്ലേ? ഡിവൈഡഡ് ബൈ വാട്ട്? കോസ് റേസ് ടു 3 കോസ് ക്യൂബ് തീറ്റ വരും അല്ലേ? ഈ സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് എന്ത് ചെയ്യാം? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആണ്. സോ സൈൻ സ്ക്വയർ തീറ്റ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതിക്കൂടെ? സോ ഫ്രീ റൈറ്റ് അഗെയിൻ ഒമേഗ സ്ക്വയർ r1 plus r2 multiplied by cos square theta plus 2 into 1 minus cos square theta divided by cos cube theta. എഴുതിക്കൂടെ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ എന്താ? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 മൈനസ് 2 കോസ് സ്ക്വയർ തീറ്റ അല്ലേ? കോസ് സ്ക്വയർ തീറ്റയും മൈനസ് 2 കോസ് സ്ക്വയർ തീറ്റയും ഇടാം. എന്താ വരിക? മൈനസ് കോസ് സ്ക്വയർ തീറ്റ വരും. ഒരു 2 ഉണ്ട് അവിടെ ബാക്കി. സോ റിമൈനിങ് എന്തായിരിക്കും? ഒമേഗ സ്ക്വയർ ഇൻറ്റു r1 പ്ലസ് r2 മൾട്ടിപ്ലൈഡ് ബൈ എന്ത് വരും ഇവിടെ? 2 വരും. 2 മൈനസ് വെറും ഒരു കോസ് സ്ക്വയർ തീറ്റ മാത്രം വരും അല്ലേ? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് 2 കിട്ടും, മൈനസ് 2 കോസ് സ്ക്വയർ തീറ്റ കിട്ടും. കോസ് സ്ക്വയർ തീറ്റ മൈനസ് 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഇവിടെ ഒരു 2 ബാക്കിയുണ്ട്. സോ ഇവിടെ എന്താ വരിക? 2 മൈനസ് കോസ് സ്ക്വയർ തീറ്റ വരും. 2 മൈനസ് കോസ് സ്ക്വയർ തീറ്റ അല്ലേ? ഡിവൈഡഡ് ബൈ വാട്ട്? കോസ് ക്യൂബ് തീറ്റ. ക്ലിയർ ആണോ ഇത്? Yes, sir. So this is the equation for what? Yes, sir. Generalized equation for acceleration. Generalized equation for acceleration. Note down ചെയ്യും. എല്ലാവരും നോട്ട് എഴുതി വെക്കും. R1 ഏതാ, R2 ഏതാണ്, അല്ലെങ്കിൽ തീറ്റ ഏതാണ്, ഇതൊക്കെ നമുക്ക് എവിടുന്ന് കിട്ടുന്നത്? ഇതിൽ നമുക്ക് എവിടുന്ന് കിട്ടിയത്? എപ്പോഴും ഈ ഡെറിവേഷൻ ഓൾവേസ് യു ഹാവ് ടു റിലേറ്റ് വിത്ത് ദാറ്റ് പർട്ടിക്കുലർ ഫിഗർ. ആ ഫിഗറുമായി തട്ടിച്ചിട്ട് വേണം ഇത് എപ്പോഴും നോക്കാൻ.
ഇനി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ എന്തായിരുന്നു ബേസിക്കലി? വെൻ ദ റോളർ ഫോളോവർ ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഫ്ലാങ്ക് റീജിയൻ ആണ് അല്ലെ. ഫ്ലാങ്ക് റീജിയനിൽ കോണ്ടാക്ട് വരുന്ന സമയത്താണ് നമുക്ക് ഈ ഇക്വേഷൻസ് കിട്ടിയത്. ഇതേപോലെ ഈ ഫ്ലാങ്ക് വാസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇൻ ദ കേസ് ഓഫ് ടാൻജന്റ് ക്യാം ആ ഫിഗർ ഒന്ന് ആലോചിച്ച് നോക്കുക. ഫ്ലാങ്ക് റീജിയൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. ബട്ട് the motion still continues even after what the follower loses contact with flank region. കാരണം ഫ്ലാങ്ക് റീജിയന്റെ കോണ്ടാക്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ്? നോസ് റീജിയൻ ആണ്. സോ ദ ഡിസ്പ്ലേസ്മെന്റ് ഒക്കറിങ്, ദ പാറ്റേൺ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ കർവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരുന്നു. കാരണം ഫ്ലാങ്ക് റീജിയനിൽ ടോട്ടലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാത്തിലൂടെ ഫോളോവർ കോണ്ടാക്ട് ചെയ്ത് പോയി. ഫ്ലാങ്ക് കഴിയുന്നതോടെ പെട്ടെന്ന് എന്താ ഒരു സർക്കുലർ നോസ് റീജിയൻ വരുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ദ കർവ് ഡിസ്പ്ലേസ്മെന്റ് കർവ് എന്തായാലും ഡിഫറെന്റ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് കർവ് ഡിഫറെന്റ് ആണെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഡിഫറെന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി വെലോസിറ്റി വിൽ ബി ഡിഫറെന്റ്. ആ വെലോസിറ്റി ഡിഫറെന്റ് ആണെങ്കിൽ അക്കോർഡിംഗ് ആയിരിക്കും അതിന്റെ ആക്സിലറേഷൻ അല്ലെ. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ റോളർ ഫോളോവർ ഫ്ലാങ്ക് റീജിയനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തുള്ളത്. ഇൻ ദ സെയിം മാനർ നമ്മൾ എന്ത് ചെയ്യണം? ഈ നോസ് റീജിയനുമായിട്ട് റോളർ ഫോളോവർ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റിയും അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷന്റെ വാല്യൂ എന്താണെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യണം. അതിന് മുന്നോടിയായിട്ട് ആക്സിലറേഷന്റെ ജനറലൈസ്ഡ് ഫോർമുല ഇതാണ്. ഇത് ആക്സിലറേഷന്റെ ജനറലൈസ്ഡ് ഫോർമുല ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ആക്സിലറേഷൻ മിനിമം വാല്യൂ ഓഫ് ആക്സിലറേഷൻ മാക്സിമം വാല്യൂ ഓഫ് ആക്സിലറേഷൻ? മിനിമം വാല്യൂ ഓഫ് ആക്സിലറേഷൻ എപ്പോഴും തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് അല്ലെ. സോ ആക്സിലറേഷൻ മിനിമം at theta equal to 0 ആണ്. തീറ്റ 0 ആയ ഈ ടേം എന്താ? 1 ആണ്. സോ മിനിമം ആക്സിലറേഷൻ എന്താ? ഇത് മാത്രം, ഒമേഗ സ്ക്വയർ ഇൻടു r1 പ്ലസ് r2. മാക്സിമം ആക്സിലറേഷൻ എന്തായിരിക്കും? നമ്മളെ ഫിഗറിലെ തീറ്റ when it reaches 5, തീറ്റ 5ലേക്ക് എത്തുമ്പോഴാണ് ഫ്ലാങ്ക് റീജിയൻ കംപ്ലീറ്റ് ഫ്ലാങ്ക് റീജിയന്റെ എൻഡിലേക്ക് എത്തുന്നത് അല്ലെ. തീറ്റ എന്തായിരുന്നു? ജനറലൈസ്ഡ് ആംഗിൾ ആയിരുന്നു. റോളർ ഫോളോവർ ഫ്ലാങ്കിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഒരു ജനറൽ പോയിന്റിൽ വെച്ചിട്ടുള്ള ആംഗിൾ ആയിരുന്നു തീറ്റ. പക്ഷെങ്കിൽ അറ്റ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് കോണ്ടാക്ട് തീറ്റ 0 ആണ്. ഫ്ലാങ്കിന്റെ എൻഡിൽ എത്തുമ്പോൾ ആ ഫിഗർ ശ്രദ്ധിക്കുക. ഫ്ലാങ്കിന്റെ എൻഡിൽ എത്തുമ്പോൾ തീറ്റന്റെ വാല്യൂ 5 ആയി മാറും. അതായിരിക്കും മാക്സിമം ആക്സിലറേഷൻ വാല്യൂ. സോ ഇഫ് യു ചേഞ്ച് ഓൾ ദ തീറ്റ വാല്യൂസ് ടു 5 വാല്യൂ നമുക്ക് കിട്ടുന്ന എന്താ? മാക്സിമം ആക്സിലറേഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. സോ നമ്മുടെ ആക്സിലറേഷൻ മിനിമം എന്താണെന്നും ആക്സിലറേഷൻ മാക്സിമം എന്താണെന്നും കൂടി ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനിൽ ചോദിക്കാം ഫൈൻഡ് ഔട്ട് മിനിമം ആക്സിലറേഷൻ, ഫൈൻഡ് ഔട്ട് മാക്സിമം ആക്സിലറേഷൻ. സോ മിനിമം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ ബിക്കംസ് 0. മാക്സിമം ആക്സിലറേഷൻ എന്താണ്? തീറ്റ ബിക്കംസ് 5. തീറ്റ ബിക്കംസ് 5 എന്ന് പറഞ്ഞാൽ ഇവിടെ തീറ്റന്റെ വാല്യൂസ് എല്ലാം 5 ഇട്ട് വെക്കും. തീറ്റ 0 എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ടേം 0 1 ആയി മാറും. റിമൈനിങ് ഇത് മാത്രം വരും, ഒമേഗ സ്ക്വയറിന് r1 പ്ലസ് r2. സോ ഇത് ഫ്ലാങ്ക് റീജിയനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തുള്ള ആക്സിലറേഷൻ ആണ്. ഇനി നോസ് റീജിയനുമായിട്ട് വരുന്ന എങ്ങനെയാണ് നോക്കാം. അത് ഞാൻ ഡെറിവേഷൻ പോകുന്നത് സെയിം രീതിയിലാണ്. ഞാൻ ഡെറിവേഷനിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഇതിന്റെ ഡെറിവേഷൻ ഇതുവരെ ചോദിച്ചില്ല. ന്യൂമറിക്കലാണ് ആൻസർ ചോദിക്കാറ്. ഇത്രയും ഡെറിവേഷൻ ഞാൻ എടുത്തത് ജസ്റ്റ് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ഏത് രീതിയിലാണ് ഈ ആക്സിലറേഷൻ വെലോസിറ്റി വരുന്നത് എന്നുള്ളത്. മറ്റേ ഡെറിവേഷൻ സെയിം രീതിയിലാണ്. ഡെറിവേഷൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം സെയിം മാനറിലാണ് ഡിറൈവ് ചെയ്യുന്നത്. നമുക്ക് തൽക്കാലം അതിന്റെ ഇക്വേഷനിലേക്ക് നോക്കാം. അതിന് മുന്നേ ജസ്റ്റ് നമുക്ക് ആ ഫിഗർ ഒന്നും കൂടെ നോക്കാം. എങ്ങനെയായിരുന്നു ഫിഗർ വന്നത്? ഒരു ബേസ് സർക്കിൾ ഉണ്ടായിരുന്നു. ഈ എൻഡിൽ നമുക്കൊരു നോസ് സർക്കിൾ ഉണ്ട്. ഇന്റർമീഡിയറ്റ് ആയിട്ട് വി ഹാവ് ഫ്ലാങ്ക് റീജിയൻ. ഇത്രയായിരുന്നു. ഏതൊക്കെയാണ്? ഇതിന് നമ്മൾ R1 ആയിട്ട് എടുത്തു, റേഡിയസ് ഓഫ് ബേസ് സർക്കിൾ അല്ലെ. ബേസ് സർക്കിൾ ഇവിടെയുണ്ട്. ഇതാണ് ഫസ്റ്റ് ഫ്ലാങ്ക് റീജിയനിലെ കോണ്ടാക്ട് ചെയ്യുന്ന റോളർ ഫോളോവറിന്റെ പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ. ഇത് R1 ആണെങ്കിൽ R2, റേഡിയസ് ഓഫ് റോളർ അല്ലെ. ആ റേഡിയസ് ഓഫ് റോളർ അല്ലെങ്കിൽ
റോൾ ചെയ്ത് ഫ്ലാങ്ക് റീജിയന്റെ എൻഡിലെത്തുന്നത് ആ റോളറിന്റെ പൊസിഷൻ ഇവിടെയാണ്. ഇവിടുന്ന് ഇവിടെ വരെയാണ് സ്ട്രെയിറ്റ് ലൈനിലൂടെ റോളർ പോകുന്നത്. അതിനുശേഷം ഈ റീജിയൻ ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റോളർ കോൺടാക്ട് ചെയ്യുന്നത് എവിടെയാണ്? ആ സർക്കുലർ നോസുമായിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത്. സോ റോളർ ഇവിടുന്ന് റോൾ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇതെന്തായിരുന്നു? ദിസ് വാസ് R3. ഇത് R3 ആണ്, റേഡിയസ് ഓഫ് നോസ് ആണ് അല്ലെ. നമ്മൾ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഡിസ്റ്റൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഡിസ്റ്റൻസിന്റെ പേരെന്തായിരുന്നു? L ആണ്. വാട്ട് ഈസ് L? L എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് നോ സർക്കിൾ ടു ദ റോളർ സർക്കിൾ. നോസിലൂടെ റോളർ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്തുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. L is nothing but the sum of R3 plus R2. R3 എന്താണ്? റേഡിയസ് ഓഫ് നോ സർക്കിൾ. R2 എന്താണ്? റേഡിയസ് ഓഫ് റോളർ ആണ്. ദിസ് ഈസ് L3. അതേസമയം നമ്മൾ ഇവിടെ മറ്റൊരു ഡിസ്റ്റൻസ് ഡിനോട്ട് ചെയ്തിരുന്നു. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെ, ഈ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ്. ഈ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസിന്റെ വാല്യൂ എന്തായിരുന്നു? ജനറലായിട്ട് ഞാൻ R എന്നുള്ള ഒരു ടേം കൊടുത്തത്. വാട്ട് വാസ് R? R എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റേഴ്സ് ആണ് ഓഫ് ബേസ് സർക്കിൾ ആൻഡ് നോ സർക്കിൾ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് ബേസ് സർക്കിൾ ആൻഡ് നോ സർക്കിൾ. അതേപോലെ ഇതിനെ ഞാൻ ഈ സെന്റർ പോയിന്റ്, ഇപ്പൊ ഈ സെന്റർ O ആണെന്ന് വിചാരിക്കാം, ഈ സെന്റർ K ആണെന്ന് വിചാരിക്കാം. ഓക്കെ, O എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ബേസ് സർക്കിൾ, K എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് നോ സർക്കിൾ. ഈ ആംഗിൾ ആണ് ഫൈ ആയിട്ട് എടുത്തത്, മാക്സിമം ആയിട്ട്. ഇവിടുന്നാണ് ഫസ്റ്റ്, ഇപ്പം ഈ സെന്റർ പൊസിഷൻ B ആണ്, സി ഇന്റർമീഡിയറ്റ് ആയിട്ട് ഈ സെന്റർ പൊസിഷൻ B ആണ്. OB ആയിരുന്നു സ്റ്റാർട്ടിംഗ് ഓഫ് കോൺടാക്ട്. OD ആണ് എൻഡ് ഓഫ് ഫ്ലാങ്ക് റീജിയൻ, ഫ്ലാങ്ക് റീജിയന്റെ എൻഡ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? സോ ഈ ആംഗിൾ ഫൈ ആയിട്ട് എടുത്തു. ഈ സ്മോൾ ആംഗിൾ നമ്മൾ എന്തായിട്ട് എടുത്തത്? θ1. ഈ ആംഗിൾ θ1 ആയിട്ട് എടുത്തത് അല്ലെ. ഫൈ പ്ലസ് θ1, ഈ വാല്യൂ എന്തായിരുന്നു? ആൽഫ ആയിരുന്നു. ആൽഫ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. വാട്ട് വാസ് ആൽഫ? ആംഗിൾ ഓഫ് അസെന്റ് അല്ലെങ്കിൽ സെമി ആംഗിൾ ഓഫ് ആക്ഷൻ. അതേ ആൽഫ ഇപ്പുറത്തേക്കും ഉണ്ടാവും. തീറ്റ പ്ലസ് ഫൈ ആയിരുന്നു ആൽഫ. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും ആംഗിൾ ആണ് ആൽഫ അല്ലേ? സോ ഇതൊക്കെയാണ് നമ്മള് ടാൻജന്റ് ക്യാം ഓപ്പറേറ്റിംഗ് റോളർ ഫോളോവറിൽ ഓർത്തിരിക്കേണ്ട ടെർമിനോളജീസ് അല്ലെങ്കിൽ സിമ്പിൾസ് ഇതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ when follower is in contact with the nose, ഈ നോസ് റീജിയനുമായിട്ട് ഫോളോവർ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? ഈ ഇക്വേഷൻ മാത്രം നോട്ട് ചെയ്താൽ മതി, കാരണം നമ്മൾ ഡെറിവേഷനിലേക്ക് പോകണ്ട. ഡെറിവേഷൻ എല്ലാ റെഫറൻസ് ടെക്സ്റ്റിലും കൊടുത്തിട്ടുണ്ടാവും. ഒമേഗ ഇൻറ്റു ആർ, ഓക്കെ, ഡെറിവേഷൻ ശ്രദ്ധിക്കും. ഒമേഗ ഇൻറ്റു, സോറി ഡെറിവേഷനിലെ ഇക്വേഷൻ ശ്രദ്ധിക്കും. ഒമേഗ ഇൻറ്റു ആർ മൾട്ടിപ്ലൈഡ് ബൈ സൈൻ ഓഫ് ഒമേഗ ഇൻറ്റു ആർ. ഒമേഗ എന്താണ്? ആംഗുലർ വെലോസിറ്റി ഓഫ് ക്യാം റൊട്ടേഷൻ ആണ്. ആർ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റേഴ്സ്, ബേസ് സർക്കിളിന്റെ സെന്റർ, നോ സർക്കിളിന്റെ സെന്റർ. ഒമേഗ ഇൻറ്റു ആർ മൾട്ടിപ്ലൈഡ് ബൈ സൈൻ ഓഫ് ഈ ആംഗിൾ ആണ് θ1, സൈൻ θ1 പ്ലസ് ആർ ഇൻറ്റു സൈൻ 2θ1 ഡിവൈഡഡ് ബൈ, ഓരോ ടേമും ശ്രദ്ധിക്കുക, 2 into square root of 2 into
square root of L square minus R square sin square theta 1. Equation ഒന്ന് നന്നായിട്ട് നോക്കുക. What is the equation? Omega r into sin theta 1 plus r sin 2 theta 1 divided by 2 into square root of L square minus R square sin square theta 1. എങ്ങനെ ഇതിൽ എത്തുന്നത്? നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയറിൽ നോസ് റീജിയനിലെ സിമിലർ ടേംസുമായി ബന്ധപ്പെട്ട് ആദ്യം ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ആയിട്ട് എന്തിൽ വരും? വെലോസിറ്റിന്റെ ഇക്വേഷനിലേക്ക് വരും. മനസ്സിലാവുന്നുണ്ടോ? ഇക്വേഷൻ നോട്ട് ചെയ്തോ? ഇക്വേഷൻ നോട്ട് ചെയ്യും. നോട്ട് ചെയ്താ? Yes, sir. Yes, sir. വെലോസിറ്റി ഇങ്ങനെയാണെങ്കിൽ സിമിലർ മാനർ നമുക്ക് ആക്സിലറേഷൻ ഇക്വേഷൻ എഴുതാം. ഇതിന്റെ ടൈം ഡെറിവേറ്റീവ് നേരത്തെ ഡി വി ബൈ ഡി ടി, ദിസ് ഈസ് ഡിപെൻഡന്റ് ഓൺ തീറ്റ. സോ നമ്മൾ എന്ത് ചെയ്യും? ഡി വി ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എടുക്കും. സെയിം മാനർ. ഓക്കെ, ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ഒമേഗ സ്ക്വയർഡ് ആർ മൾട്ടിപ്ലൈഡ് ബൈ കോസ് acceleration is equal to omega squared r multiplied by cos theta 1 plus L squared r cos 2 theta 1 plus r cube sin raised to 4 theta 1, r cube sin raised to 4 theta 1 divided by L square minus r square sin square theta 1 raised to 3 by 2. This is the equation for acceleration. Equation noting omega squared r multiplied by cos theta 1 plus L squared r cos 2 theta 1 plus r cube sin raised to 4 theta 1 divided by L square minus r square sin square theta 1 raised to 3 by 2.
നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? Yes, sir. റബീന് Sir. ഇനി ഇതിപ്പോ എന്താ ടാൻജന്റ് ക്യാം ഓപ്പറേറ്റിംഗ് റോളർ ഫോളോവർ ആണ് അല്ലേ? ഇതേപോലെ മറ്റൊരു സ്പെഷ്യൽ കോണ്ടൂർ ക്യാം കൂടി ഉണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല, കാരണം സെയിം മാനറിലെ ഡെറിവേഷൻസ് ആണ്, ഫിഗർ ഡെറിവേഷൻ ആണ് ഇതിലുള്ളത്. നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് വെലോസിറ്റിന്റെ ആക്സിലറേഷന്റെ ഇക്വേഷൻസ് ആണ്. ആ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സർക്കുലർ ക്യാം ഓപ്പറേറ്റിംഗ് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ. സർക്കുലർ ക്യാം ഓപ്പറേറ്റിംഗ് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ. സർക്കുലർ ക്യാം എന്ന് പറയുന്നതിന് പകരം ചിലപ്പം സിമെട്രിക്കൽ ക്യാം എന്നും പറയാം. രണ്ടും സെയിം ആണ്. സർക്കുലർ ക്യാം ഓപ്പറേറ്റിംഗ് ഫ്ലാറ്റ് ഫേസ്ഡ് ഫോളോവർ. സോ നിങ്ങളുടെ കയ്യിലെ റെഫറൻസ് ടെക്സ്റ്റ് നിങ്ങൾ നോക്കുക. റെഫറൻസ് ടെക്സ്റ്റിലെ ഫിഗർ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡെറിവേഷൻ നിർബന്ധമായി നോക്കാം. നമുക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇതിൽ ആവശ്യമുള്ള ടോപ്പിക്കുകൾ, ഇതിൽ ആവശ്യമുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വെലോസിറ്റി ഓഫ് ഫോളോവർ, ആക്സിലറേഷൻ ഓഫ് ഫോളോവർ, ഈ രണ്ട് ഇക്വേഷനാണ് ഇതിലും ഇമ്പോർട്ടൻറ്റ്. കാരണം ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വെലോസിറ്റി ആക്സിലറേഷൻ ആണ്. ഓക്കെ, ഈ ടോപ്പിക്ക് നിർബന്ധമായി ചോദിക്കാം. ഞാനൊരു അസൈൻമെന്റ് ആയിട്ടാണ് ഇത് തരിക. സോ നിങ്ങൾ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഈ തൊട്ട് മുന്നേ ടാൻജന്റ് ക്യാം റോളർ ഫോളോവറിന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡെറിവേഷൻസ് നമ്മൾ എങ്ങനെയാണ് എഴുതിയത്, സെയിം മാനറിൽ റെഫർ എനി ഓഫ് യുവർ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് യു ഹാവ് ടു പ്രിപ്പയർ ദ സെക്ഷൻ. ആ സെക്ഷൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നോട്ടായിട്ട് വെക്കുക. ഞാൻ തരുന്ന നോട്ടിൽ അത് എന്തായാലും ഉണ്ടാവും. ബിഫോർ ദാറ്റ് നിങ്ങളത് നിങ്ങൾ റെഫറൻസ് ടെക്സ്റ്റ് വായിച്ചു നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഐ വിൽ ഗിവ് യു ദിസ് ടോപ്പിക് ആസ് എൻ അസൈൻമെന്റ്. ഒരു അസൈൻമെന്റ് ആയിട്ട് ചെറിയ പാരഗ്രാഫേ ഉള്ളത് എഴുതണം. അതിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ്. വെലോസിറ്റി ഇക്വേഷൻ, ആക്സിലറേഷൻ ഇക്വേഷൻ. ഈ വെലോസിറ്റി ഇക്വേഷനിൽ എന്തൊക്കെ ടേംസ് വരുന്നുണ്ട്, തീറ്റ ആർ, അതുപോലത്തെ ടേംസ് എന്തൊക്കെ വരുന്നുണ്ട്. ആക്സിലറേഷൻ ഇക്വേഷനിൽ എന്തൊക്കെ നൊട്ടേഷൻസ് ആണ്, ഇതുപോലെ തീറ്റ ആർ അങ്ങനത്തെ എന്തൊക്കെ നൊട്ടേഷൻസ് വരുന്നത് നോക്കുന്നുണ്ട്. കാരണം നമ്മൾ ഗിവൺ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആ ടേംസ് അല്ലെങ്കിൽ ആ നൊട്ടേഷൻസ് അതിനൊക്കെ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വി ക്യാൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ഇൻടു ദ ഇക്വേഷൻസ് ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. എന്നിട്ടാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒരു ന്യൂമറിക്കലിന്റെ ഒരു ബേസ് നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. കാരണം സി ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട്, ഇപ്പൊ നിങ്ങളോട് ഇതേപോലെ ഒരു ടാൻജന്റ് ക്യാം ഉണ്ട്, ടാൻജന്റ് ക്യാം റോളർ ഫോളോവറിന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഒക്കെ ചോദിച്ചിട്ട് നിങ്ങളോട് പറയുന്നു ഫൈൻഡ് ഔട്ട് ദി ആക്സിലറേഷൻ find out the acceleration when the roller follower is moving over the flank അല്ലെങ്കിൽ at the end of the flank. അങ്ങനെ ചോദിച്ചാൽ ഫ്ലാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ആക്സിലറേഷൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷനിലേക്ക് ഗിവൺ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം പറയുന്നത് അല്ലേ? അതേപോലെ ഫൈൻഡ് ഔട്ട് ദി ആക്സിലറേഷൻ ഓഫ് ദ ഫോളോവർ when it touches the nose അല്ലെങ്കിൽ എപെക്സ് ഓഫ് ദ നോസിൽ ടച്ച് ചെയ്യുമ്പോൾ അതിന്റെ ആക്സിലറേഷൻ. അപ്പം നോസുമായി ബന്ധപ്പെട്ട് നമ്മൾ ആക്സിലറേഷൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ആ ഇക്വേഷനിലേക്ക് ക്വസ്റ്റ്യനിലെ ഗിവൺ വാല്യൂസ് ഇടുവാണ് വേണം. ഇനി ആ ഒരു പാർട്ട്, അതായത് ആ ന്യൂമറിക്കൽ എക്സാമ്പിൾസിലെ അല്ലെ ക്വസ്റ്റ്യൻസിലെ ഫൈൻഡിങ് ഔട്ട് ദി numerical values of velocities, accelerations, etc. that you can accomplish by directly substituting several values in the found out equations. നമ്മൾ
ഫൈനലായിട്ട് എഴുതിയ വെലോസിറ്റി ആക്സിഡന്റ് ഒക്കെ ഇക്വേഷൻസിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡയറക്റ്റ് ആൻസർ കിട്ടും. പക്ഷെങ്കിൽ അതിന്റെ ട്രിക്കി പാർട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം, ഇതൊക്കെ ശരിക്കും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂസ് അല്ലെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫൈന്റെ വാല്യൂ എത്ര, θ1ന്റെ വാല്യൂ എത്ര, R3 എത്ര, അല്ലെങ്കിൽ ഈ ആറിന്റെ വാല്യൂ എത്ര, എല്ലിന്റെ വാല്യൂ എത്ര, ഇങ്ങനത്തെ വാല്യൂസ് നമുക്ക് കിട്ടണം. ഇങ്ങനത്തെ വാല്യൂസ് ടോട്ടൽ ആയിട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിൽ ഒരിക്കലും തരും. ഫോർ എക്സാമ്പിൾ നമുക്ക് ആൽഫാന്റെ വാല്യൂ തരും, പക്ഷെ ഫൈയോ θ1ഓ തരില്ല. നമുക്ക് റോളർ ഫോളോവർ R2 അല്ലെങ്കിൽ ബേസ് സർക്കിളിന്റെ വാല്യൂ R1ന്റെ വാല്യൂ തരും, പക്ഷെ R3 തരില്ല. അതുപോലെ R ഉണ്ടാവില്ല. R3 ഇല്ലാത്തടത്തോളം കാലം നമുക്ക് L കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇങ്ങനത്തെ മിസ്സിംഗ് പോർഷൻസ് ഉണ്ടാവും. സോ ഈ വെലോസിറ്റി ആക്സിലറേഷൻസ് ഒക്കെ ചോദിച്ചാൽ അതിനെ പറയും നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചാൽ ഇക്വേഷൻസ് നോട്ട് ചെയ്യണം. അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കണം. വാട്ട് ആർ ദ വാല്യൂസ് ദാറ്റ് യു റിക്വയർ ടു ഫുൾഫിൽ സാറ്റിസ്ഫൈ ദാറ്റ് ഇക്വേഷൻ. സോ ഇതുപോലത്തെ വാല്യൂസ് കണ്ടുപിടിക്കലാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക് ഇൻ എവറി ന്യൂമറിക്കൽ റിലേറ്റഡ് ടു സച്ച് ക്വസ്റ്റ്യൻസ്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽസിന്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കലാണ്. ഈ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കൽ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദീസ് വാല്യൂസ് ആക്ച്വലി? ദീസ് ആർ വാല്യൂസ് വിച്ച് ഗിവ്സ് us ദി പ്രോപ്പർ ഡയമെൻഷൻ ഓഫ് ദ സെറ്റപ്പ് അല്ലെ. ഈ ക്യാമിന്റെ മെയിൻ ഡയമെൻഷൻസ് ആണ് R1, R3. R1 എന്താണ്? ബേസ് സർക്കിൾ റേഡിയസ്. R3 എന്താ? നോ സർക്കിൾ റേഡിയസ്. വാട്ട് ഈസ് R? സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. വാട്ട് ഈസ് L? ഈസ് നോസ് നിന്ന് റോളറിലേക്കുള്ള ഡിസ്റ്റൻസ്. വാട്ട് ഈസ് ഫൈ? വാട്ട് ഈസ് θ? ഇതൊക്കെ എന്താണ്? ദീസ് ആർ ദ മെയിൻ ഡയമെൻഷൻസ് ഓഫ് ദ ക്യാം. സോ ക്യാമിന്റെ ചില ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കും ഫൈൻഡ് ഔട്ട് ദ ഡയമെൻഷൻസ് ഓഫ് ക്യാം. ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ആയിരിക്കും ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ വെൻ റോളർ ഈസ് അറ്റ് ദ നോസ് ഓഫ് ദ എപെക്സ് ഓഫ് ദ നോ സർക്കിൾ. ഇങ്ങനത്തെ കാര്യം എപെക്സ് ഓഫ് ദ ക്യാം. ഇങ്ങനത്തെ കാര്യങ്ങൾ സെക്കൻഡ് പാർട്ട് ആയിരിക്കും. സോ ചിലത്തിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചോദിക്കും ആദ്യം നിങ്ങൾ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പറയും, എന്നിട്ട് അങ്ങനത്തെ ബാക്കിയുള്ള സോൾവ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ആസ്ക് യു ടു ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ആക്സിലറേഷൻസ്. സോ ഈ വെലോസിറ്റി ആക്സിലറേഷൻ ഞാൻ പറഞ്ഞു ആ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂമറിക്കൽ ആ ഫോർമുലയിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷെ അതിന് മുന്നോടിയായിട്ട് നമുക്ക് വേണ്ടത് എന്താ? ഇങ്ങനത്തെ ഡയമെൻഷൻസ് മുതൽ ആവശ്യമുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ I just read a question. ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് വായിക്കാം, അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ നോക്ക്. എ സിമെട്രിക്കൽ ടാൻജന്റ് ക്യാം ഓപ്പറേറ്റിംഗ് എ റോളർ ഫോളോവർ with the least radius of cam 30 mm, 30 mm, and the roller radius is 17.5 mm. The angle of ascent is 75 degree and the total lift is 17.5 millimeters. The speed of the camshaft is 600 rpm. Calculate the acceleration of the follower at the beginning of the lift, where the straight flank merges into the circular nose, and at the apex of the circular nose. മൂന്ന് കാര്യങ്ങളാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഒന്ന് ആക്സിലറേഷൻ ഓഫ് ഫോളോവർ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ലിഫ്റ്റ്, പിന്നെ ആക്സിലറേഷൻ ഓഫ് ഫോളോവർ വേർ ദ സ്ട്രെയിറ്റ് ഫ്ലാങ്ക് മെർജസ് ഇൻ ടു ദ ബിഗിനിങ് ഓഫ് ദ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ. രണ്ടാമത് സ്ട്രെയിറ്റ് ഫ്ലാങ്ക് ഇതുമായിട്ട് മെർജ് ചെയ്യുന്ന പൊസിഷനിലെ ആക്സിലറേഷൻ. രണ്ടാമത്തെ എന്താ? അറ്റ് ദ അപെക്സ് ഓഫ് ദ നോസ്. മനസ്സിലാവുന്നുണ്ടോ? ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലായോ? ഓക്കെ. ആ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തന്നെ എന്താ? എ ടാൻജന്റ് ക്യാം ഈസ് ഓപ്പറേറ്റിംഗ് എ റോളർ ഫോളോവർ അല്ലെ. ലീസ്റ്റ് റേഡിയസ് ഓഫ് ക്യാം തന്നിട്ടുണ്ട്. ഈ ഫിഗർ എന്ന് പറഞ്ഞിട്ട് ലീസ്റ്റ് റേഡിയസ് ഓഫ് ക്യാം എന്ന് പറഞ്ഞാൽ എന്ത് വാല്യൂ ആണ്? ഏതാ? എക്സാക്ട്ലി. ലീസ്റ്റ് റേഡിയസ് ഓഫ് ക്യാം. ലീസ്റ്റ് റേഡിയസ് ഓഫ് ക്യാം എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു ബേസ് സർക്കിൾ റേഡിയസ് which is given as 30 mm. ഒരു given വാല്യൂ ഇതാണ് ലീസ്റ്റ്. അതായത് 30 mm എന്ന് പറഞ്ഞാൽ എന്താണ്? R1ന്റെ വാല്യൂ ആണ്. ആൻഡ് റോളർ റേഡിയസ് ഈസ് 17.5 ആണ്. റോളർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏത് വാല്യൂ ആണ്?
റേഡിയസ് ഏത് വാല്യൂ ആണ്? R2 അല്ലേ? R3. ഇതാണ് R2. റോളറിന്റെ റേഡിയസ് R2 ആണ്. R2 is given as 17.5 mm. Angle of ascent is 75 degree. What is angle of ascent? Alpha. 75 degree. Yes, sir. And total lift is given as 17.5 mm. Total lift is equal to 17.5 mm. Speed of the camshaft n is given as 600 rpm. n തന്നെ എന്തിനാ ഒമേഗ കണ്ടുപിടിക്കാനാണ്. ഒമേഗ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 2πn/60 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് എന്താ? യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി ആക്സിലറേഷൻ ഓഫ് ദ ഫോളോവർ അറ്റ് ഫസ്റ്റ് വൺ ബിഗിനിങ് ഓഫ് ദി ലിഫ്റ്റ്. ബിഗിനിങ് ഓഫ് ദി ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിൽ. ഈ പൊസിഷനിൽ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ എന്താണ്? തീറ്റന്റെ വാല്യൂ 0 ഇട്ട് കൊടുത്താൽ ഈ പൊസിഷനിലെ ആക്സിലറേഷന്റെ വാല്യൂ കിട്ടൂലേ? രണ്ടാമത്തെ ആക്സിലറേഷന്റെ വാല്യൂ when the straight flank merges into the circular nose. സ്ട്രെയിറ്റ് ഫ്ലാങ്ക് സർക്കുലർ നോസിലേക്ക് മെർജ് ചെയ്യണമെങ്കിൽ ഈ പോയിന്റ് ആണ് അല്ലെ? ഈ പോയിന്റിലല്ലേ മെർജ് ചെയ്യുന്നത്? ഈ പോയിന്റിൽ മെർജ് ചെയ്യുമ്പോൾ ആക്സിലറേഷന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 5 ഇട്ട് കൊടുത്താൽ പോരെ? അടുത്ത എന്താ? ആക്സിലറേഷൻ അറ്റ് ദ എപെക്സ് ഓഫ് ദ സർക്കുലർ നോസ്. സർക്കുലർ നോസിന്റെ എപെക്സിൽ ഇവിടെ. സോ അതിനും നമ്മളിപ്പോ ലാസ്റ്റ് എഴുതിയ ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലെ? ആക്സിലറേഷൻ അറ്റ് മറ്റേ നോസിൽ ടച്ച് ചെയ്യുന്ന സമയത്തുള്ള ആക്സിലറേഷൻ ഇക്വേഷൻ നമ്മൾ എഴുതിയില്ലേ? വെലോസിറ്റി ആക്സിലറേഷൻ. ആ ആക്സിലറേഷൻ ഇക്വേഷൻ എഴുതാ പോരെ? ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്തുവാണ്? നമുക്ക് ഇപ്പോൾ ഉള്ളത് R1 അറിയാം, R2 അറിയാം അല്ലെ, ആൽഫ അറിയാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയും. നമുക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. θ1 അറിയില്ല, R3 അറിയില്ല, R equal to എത്ര എന്ന് അറിയില്ല. ഇതൊക്കെ അറിയോ? ഫൈന്റെ വാല്യൂ എത്ര എന്ന് അറിയില്ല. എന്തുകൊണ്ടാ? ഫൈ എന്നുള്ള സാധനം നമുക്ക് ആക്സിലറേഷൻ വെലോസിറ്റി ഇക്വേഷനിൽ എല്ലാത്തിലും വരുന്നതല്ലേ ഫൈ? അല്ലേ? ഈ പോയിന്റിലെ ആക്സിലറേഷന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ പോയിന്റിലെ ആംഗിൾ എത്രയാണ്? ഫൈ ആണ് അല്ലെ? ഫൈ വേണം, ഫൈ അറിയില്ല. അതേപോലെ നോസിൽ ടച്ച് ചെയ്യുന്ന എപെക്സ് ഓഫ് നോസിൽ ടച്ച് ചെയ്യുന്നെങ്കിൽ we have to use the equation of acceleration related to follower passing through the nose. അതിന്റെ ഇക്വേഷൻ എടുക്കണം. ആ ഇക്വേഷൻ എടുക്കണമെങ്കിൽ നമുക്ക് L എന്നുള്ള വാല്യൂ തൊട്ട് മുന്നേ എഴുതിയ ഇക്വേഷൻ ആണ് വേണ്ടേ? L എന്നുള്ള വാല്യൂ വേണ്ടി നമുക്ക് എന്ത് എഴുതണം? അറിയണം, R3 അറിയണം. R3 അറിഞ്ഞാലേ L കണ്ടുപിടിക്കാൻ പറ്റും വേണ്ടേ? ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം ഡിറ്റർമൈൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ന്യൂമറിക്കൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ടൈമായ പറയണേ. ഈ ന്യൂമറിക്കൽ ഈ ഞാൻ തന്ന ഡാറ്റ നിങ്ങളൊന്ന് എഴുതി വെക്കും. ഡാറ്റ ഒന്ന് എഴുതി വെക്കുക.